വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. സിദ്ദിഖ് കൊച്ചിയിലെ ഒരു ഹോട്ടലിലുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അന്വേഷണ സംഘം പോലീസ് അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നു. വളരെ നിർണായകമാണ് സിദ്ദിഖിനെ സംബന്ധിച്ച് ഈ മണിക്കൂറുകൾ എന്ന് തന്നെ നമുക്ക് ഈ സമയത്ത് പറയേണ്ടി വരും. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, സിദ്ദിഖ് കൊച്ചിയിലെ ഒരു ഹോട്ടലിലുണ്ട് ഈ സമയത്ത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പോലീസ് ആ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്യുകയും അത് അങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തു എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്? മനു, നമുക്ക് ലഭിക്കുന്ന വിവരം നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദീഖ് ഉണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് സ്ഥിരീകരണമില്ല. അദ്ദേഹം സിദ്ദീഖുമായി ബന്ധമുള്ള ഒരാളുടെ ഒരു ഹോട്ടലാണ് അത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് പോലീസ് പോയിട്ടുണ്ട് എന്നിപ്പോൾ പറയാൻ കഴിയും. പക്ഷെ അത് സ്ഥിരീകരണം ഇല്ല എന്ന് തന്നെയാണ്. അല്പസമയത്തിനകം അതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് നൽകാൻ കഴിയും എന്നും ഏതായാലും സിദ്ദീഖിന്റെ ഒളിയിടം പോലീസ് കണ്ടെത്തി എന്ന നിഗമനത്തിൽ തന്നെ നമുക്കിപ്പോൾ എത്താം. അതായത് നേരത്തെ സാരി നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ പറയുന്നത് പോലെ ഈ കൃത്യമായൊരു നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഈ ആരോപണ വിധേയരായ ആളുകളൊക്കെയെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സിദ്ദീഖിന് അത്ര എളുപ്പം അങ്ങനെ കൊച്ചി നഗരം കടന്നു പോകാൻ കഴിയില്ല. മനു, അതായത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പെട്ടെന്ന് ഒളിവിൽ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. കാരണം നമുക്ക് അറിയുന്ന പോലെ സിദ്ദീഖിനെ ആളുകൾ തിരിച്ചറിയും. അതുകൊണ്ട് ഒളിവിൽ പോയി എടുത്ത് കഴിയുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റിന് വഴങ്ങുക എന്നൊരു ലൈനിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഹോട്ടലിൽ അദ്ദേഹം എത്തി എന്ന് ഹോട്ടലിൽ ഒളിവിലിരിക്കാൻ സിദ്ദീഖ് തീരുമാനിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഒടുവിൽ അന്വേഷണ സംഘം അത് കണ്ടെത്തി എന്നൊരു നിഗമനത്തിലേക്ക് എത്താം. പക്ഷേ അവിടെ നിന്നും വിട്ടിട്ടില്ല എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാം. ഇപ്പോൾ സിദ്ദീഖ് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലുണ്ട് എന്ന് നമുക്കിപ്പോൾ തൽക്കാലം പറയാൻ കഴിയും. പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘം കൂടി മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി സാലി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വളരെ വേഗത്തിൽ തന്നെ ഇതിന് തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തേക്കൂ എന്ന നിർദ്ദേശം വരുന്നു. ഇപ്പോൾ അത് മുൻകൂട്ടി കണ്ട്, കാരണം മുൻകൂർ ജാമ്യഹർജി തള്ളിയതോടെ സിദ്ദീഖ് വളരെ വേഗത്തിൽ നഗരം വിടാനുള്ളൊരു ശ്രമത്തിലായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകൾ അത് മിന്നൽ വേഗത്തിലായിരുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. വീട്ടിൽ നിന്ന് മാറി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒളിയിടം കണ്ടെത്തുന്നു, അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കിടക്കുന്നു. ആ രീതിയിൽ അതായത് പോലീസ് കൃത്യമായി ഇയാളെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. കാരണം ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പോയത് എപ്പോഴാണ് എന്നൊക്കെ ഒരു സൂചനകൾ പോലീസിൻ്റെ കൈവശമുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു തടസ്സമായിരുന്നു. പക്ഷേ എങ്കിലും ചില സൂചനകൾ ഏത് ദിക്കിലേക്ക് സഞ്ചരിച്ചു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെ എന്ന് അന്വേഷണ സംഘം കൃത്യമായി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു സിനിമാ മേഖലയെ നിർമ്മാണമൊക്കെയായി ബന്ധമുള്ള ഒരു സുഹൃത്തിൻ്റെ ഹോട്ടൽ നെടുമ്പാശ്ശേരിക്ക് സമീപമുണ്ട്, അവിടെ അദ്ദേഹം എത്തി എന്ന് പോലീസിന് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് ഇത് എന്തിന് ഇയാൾ നെടുമ്പാശ്ശേരി വഴിക്ക് പോയി എന്നുള്ളതാണ്. സ്വാഭാവികം നമുക്ക് സംശയിക്കാവുന്നത് നെടുമ്പാശ്ശേരി വഴി വിദേശത്തേക്ക് വല്ലതും പോകാനൊരു ശ്രമം ആയിരുന്നിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്ന് ഒരു കോടതി ഉത്തരവ് വന്നതിന് ശേഷം പെട്ടെന്ന് നെടുമ്പാശ്ശേരി വഴി വിദേശയാത്രയൊന്നും സാധ്യമല്ല. ഇപ്പോൾ വിമാനത്താവളത്തിലുള്ളവരാണെങ്കിലും ജീവനക്കാരാണെങ്കിലും അവിടെയുള്ള സുരക്ഷാ ജീവനക്കാരൊക്കെ ആണെങ്കിലും ഇയാളെ തിരിച്ചറിയും. അതുകൊണ്ട് അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിൽ തന്നെ തങ്ങിക്കളയാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഹോട്ടലിലുണ്ടെന്ന് 100% ഉറപ്പിക്കാൻ കഴിയില്ല. ഇന്ന് പുലർച്ചയോടുകൂടി ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന വിവരം മാത്രമാണ്. അപ്പോൾ ഹോട്ടലിൽ ഇപ്പോഴും തുടരുകയാണോ, അവിടെ നിന്നും മാറിയിട്ടുണ്ടോ എന്നൊക്കെ അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സിദ്ദീഖിനെ ഏതാണ്ട് ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഈ നെടുമ്പാശ്ശേരിയിലാണോ സിദ്ദീഖുമായിട്ട് അടുപ്പമുള്ള ആളുടെ ഹോട്ടലാണോ അത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരം? അതായത് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തന്നെ നമ്മളൊക്കെ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്. ഒട്ടേറെ പരിപാടികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയിട്ടുള്ള ഒരു പ്രമുഖ ഹോട്ടലാണ്. ഹോട്ടലിലാണ് പേര് നമുക്കിപ്പോൾ പറയാൻ അതാണെന്ന് ഉറപ്പാക്കാൻ ഒളിയിടമാണ്. പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതിയെ ഒളിപ്പിച്ച ഒരു കുറ്റകൃത്യം ആയി മാറും എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ അത് ശരിയല്ലെങ്കിൽ അത് മോശമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നില്ല. ഇനി അവിടെ നിന്ന് സിദ്ദീഖിനെ പിടിച്ചാൽ നമ്മൾ ആ ഹോട്ടലിൻ്റെ ദൃശ്യങ്ങളും പേരും അടക്കം പരസ്യപ്പെടുത്തും. പക്ഷേ ഇപ്പോൾ അത് ഉറപ്പില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് സൂചന പോലീസിന് കിട്ടിയിട്ടേ ഉള്ളൂ. പോലീസ് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടുമുണ്ട്.